ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു ആഫ്റ്റർനൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം കൂടി കുറച്ച് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എങ്ങനെയൊക്കെയോ തീർന്നു പോയൊരു ദിവസമായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ഡേ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ആയാൽ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് തടി അനങ്ങി പണിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ പപ്സും ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഐലൻഡ് ക്യാൻഡി ഉണ്ടോന്നീന് കേട്ടോ. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പം കോക്കനട്ടും അതുപോലെ ശർക്കരയും പിന്നെ ഗീ ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ വിചാരിച്ച്. അപ്പോൾ ഗീ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ നോർമൽ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങ ചൂടാക്കിയിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു. ഒരു 3 ശർക്കരയാണ്. കപ്പും അളവും സൈസും ഒന്നും ചോദിക്കരുത് കേട്ടോ. ഏകദേശം നമ്മൾ കഴിച്ച ടേസ്റ്റിൽ അങ്ങോട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ വെള്ളം ഒരു പൊടിക്ക് കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം. ശരിക്കും ശർക്കര ഇതിലേക്ക് ചിരകി ഇട്ടാൽ മതി. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ശർക്കര ഡയറക്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലേ ശർക്കരയിൽ ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതാലോചിച്ചപ്പോൾ എനിക്ക് ശർക്കര ഡയറക്റ്റ് ഇടാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ വേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അതുകൊണ്ട് ഞാൻ ഉരുക്കി ഒഴിച്ചത്. അധികം കിടന്ന് വേവിക്കേണ്ട, ജസ്റ്റ് ആ ഒരു വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്കത് അവിടെ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അന്നേരം ഞാനൊന്ന് പുറത്തുകൂടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കയൊക്കെ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ പണികൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വെള്ളം തൂക്കുന്ന കണ്ടില്ലേ, ഇത് നമ്മളെ ടാങ്ക് നിറഞ്ഞൊഴുകുന്ന വെള്ളം കറക്റ്റ് നമ്മളെ കറിവേപ്പിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പ് പുറത്തോട്ട് നീട്ടിയിട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഡെയിലി നനയ്ക്കണ്ടല്ലോ, എന്തായാലും ഡെയിലി ടാങ്ക് നമ്മൾ നിറയ്ക്കുമല്ലോ. അപ്പോൾ ആ വെള്ളം വേസ്റ്റ് ആവും വേണ്ട, നമ്മളെ ചെടികൾക്കെല്ലാം ഈ കറിവേപ്പിനൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് പുറംഭാഗം ക്ലീനിങ് ഒക്കെ ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി എന്തൊക്കെ കത്തിക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കയും ഫീസൊക്കെ അത് ചെയ്യാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തുകൂടി അലഞ്ഞ് തിരിഞ്ഞൊക്കെ വന്നപ്പോൾ നമ്മളെ ഇത് ചൂട് ആറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഉരുട്ടിയെടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കുക. നമ്മളിതിൽ വെള്ളം കുറച്ചുകൂടി കുറവാണെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോകും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അധികം ചൂട് പോകുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇനി വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി വറ്റിച്ചാൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര തിരക്കായി പോയി കേട്ടോ. നേരത്തെ ആ ഒരു ക്യാൻഡി എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്കത് കഴിച്ചിട്ട് മതിയായില്ല. എന്നിട്ട് ഞാൻ വേഗം ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ശർക്കരയും തേങ്ങയാണ്. ഞാനതിൽ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. ഒരു അര സ്പൂൺ എങ്ങാനും ഏലക്കാപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിന്. നമ്മൾ തേങ്ങ വലിച്ചതിൻ്റെ വേസ്റ്റും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പുറം ഭാഗം ക്ലീൻ ആക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഒരു ഭയങ്കര ഒരു ഹരം വരാനുണ്ടല്ലോ. അപ്പോൾ ഫുള്ള് ക്ലീൻ ആക്കുകയാണ്. ഫിസനൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒരു അനക്കം വെള്ളം കൂടിപ്പോയി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഭാഗമൊക്കെ കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനത് നെക്സ്റ്റ് ഡേ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ അടിച്ച് പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി കരിയിലകളൊക്കെ കത്തിച്ച് വൃത്തിയാക്കിയതാണ്. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് ഫ്രഷൊക്കെ ആയി. എനിക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം മീ ടൈം എടുക്കാമെന്ന്. അപ്പോൾ ഇവരൊക്കെ കൂടെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു മീ ടൈം ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം നമ്മളെ യാസീൻ വ്ളോഗ്സ് ഇല്ലേ, എനിക്ക് അവൻ്റെ വീഡിയോസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇവൻ ഈ ഗ്രാമത്തിലൂടെയൊക്കെ പോകുമ്പോഴുള്ള വീഡിയോസില്ലേ, അതാണ് ഇഷ്ടം. ഇതിപ്പോൾ ചൈനയിൽ അങ്ങനെ പോയ വീഡിയോ ആണ്. അപ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യാണ്, ചൈനയിലെയും ഗ്രാമങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇതാ ഓരോരുത്തരായിട്ട് എണീറ്റ് വരാൻ തുടങ്ങി. അപ്പോൾ ഫിസു വന്ന് ഫിസുവിനുള്ള ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഫിസുവിന് ഞാൻ ഫ്രഞ്ച് ടോസ്റ്റും അതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അതാണ് കൊടുക്കുന്നത്. നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇനി കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഇനി നേരെ നമ്മൾ നാളത്തേതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫിസുവിന് കുറച്ച് വർക്കും പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഫിസുവിന് ടേബിൾ കൊടുത്താലും എവിടെ ഇരുത്തിയാലും എന്താണെങ്കിലും ബെഡിൻ്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ കന്ന് കിടന്നിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഇപ്പോൾ ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ റൂമിൽ നമ്മൾ ടേബിളൊക്കെ കൊടുത്തു, പക്ഷേ ആൾ ഇവിടെ തന്നെ കിടന്നിട്ടാണ് എഴുതുന്നത്. പിന്നെ അവനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ പഠിക്കുകയൊന്നും അല്ല കേട്ടോ. എന്തോ ഡയറിയൊക്കെ എഴുതുകയാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു ഹോം അലോൺ കിട്ടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ മിക്കയും ഫീസൊക്കെ പോയാൽ മോർണിംഗ് തിരക്കൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ജിയോ മാർട്ട് പോയിട്ട് നമ്മളെ വീട്ടിൽ ഇല്ലാതിരുന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് പച്ചക്കറികളും കുറച്ച് ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങി വന്നു. നൊസ്റ്റു ആയിട്ടുള്ള സ്ലൈസും മഞ്ചും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിട്ട് ഞാനങ്ങനെ മഞ്ച അധികം വാങ്ങലൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചൊരു സംഭവമല്ലേ മഞ്ച്, അത് ഞാൻ വാങ്ങി.
പിന്നെ നമുക്ക് മലബാർ പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഇത് ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ഹാഫ് കുക്ക്ഡ് പൊറോട്ട ഒന്നും വാങ്ങലില്ല കേട്ടോ. ഇത് വാങ്ങി കഴിച്ചപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. എന്താണെന്നറിയോ, നമുക്ക് നേരമില്ലാത്ത സമയത്തൊക്കെ ചൂടാക്കി കഴിക്കാമല്ലോ വാങ്ങി വെക്കുകയാണെങ്കിൽ. ശരിക്കും ഇത് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാക്കിയിട്ട് ഹാഫ് കുക്ക് ചെയ്ത് വെച്ചാൽ മതി. എൻ്റെ ഉമ്മക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അമ്മേനോട് കറക്റ്റ് റെസിപ്പി ചോദിച്ച് ഞാൻ മുന്നേ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അമ്മേനോട് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും മൈദയും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കുക്ക് ചെയ്യാനൊന്നും മൂടില്ലാത്ത സമയത്ത് നല്ല കറിയൊക്കെ ഉള്ളപ്പം പൊറോട്ട ഉണ്ടാക്കി കഴിക്കണം തോന്നുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ. ഇതൊക്കെ നമ്മൾ എത്ര തവണ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു അല്ലേ. അങ്ങനെ എല്ലാം എടുത്തൊക്കെ വെച്ചു. എല്ലാ സാധനങ്ങളും ഒന്ന് പ്രോപ്പറായിട്ട് വാങ്ങി അതതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെക്കുമ്പോൾ ഒരു ഭയങ്കര സമാധാനമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എനിക്ക് അത്ര ഭംഗിയായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. കുറച്ച് എന്താ പറയുക, ഭയങ്കര ഓർഡറായിട്ടൊന്നുമല്ല വെച്ചത്. എന്നാലും എല്ലാം ക്ലീനാണ്. പിന്നെ ഇവിടെ കുറച്ച് ഡിഷ് വാഷും പിന്നെ ടോയ്ലറ്റ് ക്ലീനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മളെ സ്കിന്നിൽ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അലോവേര ജെല്ല് വാങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് അലോവേര ജെല്ല് വാങ്ങുന്നത്. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തില്ല കേട്ടോ. ഞാൻ സാധാരണ മോയ്സ്ചറൈസർ മാത്രമാണ് ഇടുന്നത്, പിന്നെ സൺസ്ക്രീനും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അലോവേര ജെല്ല് വാങ്ങി. പിന്നെ ഇത് നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന പാരച്യൂട്ടിൻ്റെ ക്ലാസിക് മെൻസ് ക്രീം. തല കുളിക്കാനൊന്നും മൂടില്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് എവിടേക്കൊക്കെ പോകുന്ന ടൈമിൽ തലയിൽ തേച്ച് ഒരു കുളിച്ചതുപോലെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഗുണങ്ങൾ എന്തുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ മുന്നേ ഉപയോഗിക്കുന്നതാണ് പാരച്യൂട്ടിൻ്റെ ക്രീം. പിന്നെ ഞാൻ വരുമ്പോൾ ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് കറി, പിന്നെ നമ്മളൊരു ലെഫ്റ്റ് ഓവർ വൻപയറിൻ്റെ കറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് ഫുഡ്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം നോമലോണാണ് കേട്ടോ, ആരുമില്ല, ഞാൻ മാത്രമാണ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഫുഡ് അടിപൊളി കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അതാ കിച്ചണിൽ കുറേ എന്തൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് എല്ലാം എടുത്തൊഴിച്ച് ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എല്ലാ വേസ്റ്റും എടുക്കും, എന്നിട്ട് പാത്രങ്ങളെല്ലാം സിങ്കിൽ കൊണ്ടുവന്നിടും. വേസ്റ്റ് കിച്ചണിലൊന്ന് പോയാൽ തന്നെ ഭയങ്കര ഒരു സമാധാനമല്ലേ. എല്ലാ വേസ്റ്റും കേട്ടോ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വേറെ എടുക്കും, പിന്നെ ഫുഡ് വേസ്റ്റ് വേറെ എടുക്കും. പിന്നെ എല്ലാം എടുത്ത് സിങ്കിലേക്ക് ഇടുന്നു. പിന്നെ അടുത്ത ഒരു മെയിൻ ടാസ്ക്കാണ് നമ്മൾ ഈ ബാസ്ക്കറ്റ് ഒഴിവാക്കുക എന്നുള്ളത്. അതിലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അതും ചെയ്ത് പിന്നെ ഞാൻ പാത്രം കഴുകൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാത്രത്തിലൊക്കെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എല്ലാ വേസ്റ്റും ഒന്ന് പോക്കുകയാണ്. എല്ലാം ഒന്ന് പോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുക്കാമല്ലോ. ആദ്യം തന്നെ സിങ്കിൻ്റെ ആ ഒരു കാലിയായിട്ടുള്ള ബൗളില്ലേ, അതൊന്ന് നല്ലോണം ക്ലീൻ ആക്കുകയാണ്. പൊതുവേ ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് കഴുകാറുണ്ടായിരുന്നത്. അപ്പോൾ ആ ബ്രഷ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമുക്ക് വേറെ ബ്രഷ് വാങ്ങിക്കണം. അപ്പോൾ എന്നിട്ട് ഞാനൊരു സ്റ്റീൽ സ്ക്രബ് യൂസ് ചെയ്തിട്ടാട്ടോ കഴുകുന്നത്. പൊതുവേ നമ്മൾ ഈ മാറ്റ് ഫിനിഷ് സിങ്കിൽ സ്റ്റീൽ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ അത്ര നല്ലതല്ല. പക്ഷേ ബ്രഷ് കേടായതുകൊണ്ട് ഞാൻ സ്റ്റീൽ സ്ക്രബ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കഴുകാണ് കേട്ടോ. എനിക്കതിൻ്റെ മേലെ സ്ക്രാച്ച് വരുമെന്ന് ഭയങ്കര പേടിയാണ്. അങ്ങനെ ആ ഒരു സിങ്കിൻ്റെ ആ ഒരു ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തേച്ചിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം ഉപയോഗിച്ച സ്പോഞ്ചും അതുപോലെ സ്റ്റീൽ സ്ക്രബും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മളിപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് ഒന്നുകിൽ സിങ്കൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കാനെടുക്കും, അതല്ലെങ്കിൽ നമ്മളെ വേസ്റ്റ് ബിന്നൊക്കെ കഴുകാൻ, അങ്ങനെ ഞാൻ പുറത്തോട്ട് എടുത്തു വെക്കും കേട്ടോ. പുറത്തുനിന്ന് നമ്മളെ ബിന്ന് കഴുകാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട്, അതിൽ നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ തേച്ച് കഴുകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തോട്ട് വെക്കാം കേട്ടോ. ഒറ്റയടിക്ക് കളയണമെന്നില്ല. പിന്നെ നമുക്ക് അടുത്തത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന അടുത്ത സ്പോഞ്ച് പഴയതാകുമ്പോൾ നമുക്ക് മറ്റേത് എടുത്ത് കളയാം, ഇത് പുറത്തോട്ട് എടുക്കാം. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമ്മളെ പാത്രമൊക്കെ ഏകദേശം കഴുകിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബ്, നമ്മൾ ചില പാത്രത്തിനൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാനുണ്ടല്ലോ അത്. പിന്നെ നമ്മളെ സ്പോഞ്ച്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ കഴുകി വെച്ച് ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടാപ്പൊക്കെ കഴുകലുള്ളത്. പിന്നെ ബാക്കി നമ്മൾ കഴിഞ്ഞ മാസം ഉപയോഗിച്ച സ്പോഞ്ചും സ്റ്റീൽ സ്ക്രബും കാര്യങ്ങളൊക്കെ നമ്മളിന്നിപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിങ്കൊക്കെ തേച്ച് കഴുകിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ്. അങ്ങനെ കത്തിയും കൂടി എടുത്ത് വെക്കാറുണ്ടായിരുന്നു, അത് ഞാൻ മറന്നു പോയതാണ്.
അപ്പോൾ കത്തിയും എല്ലാം കേക്ക് വെച്ച് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പ്ലെയിനായിട്ടൊന്ന് തുടച്ചതിൻ്റെ ശേഷം നമ്മൾ അവിടെ സ്പ്രേ ബോട്ടിലുണ്ടല്ലേ അതിലുള്ള സൊല്യൂഷൻ അടിച്ചിട്ട് ഒന്നുകൂടി തുടച്ചെടുക്കും. അതിൽ ഞാൻ ഓരോ മൂഡിനനുസരിച്ചാണ്. ഇതിലിപ്പോൾ എനിക്കൊന്ന് ഷാമ്പു വെള്ളം കൂടിയുള്ള സൊല്യൂഷനാണുള്ളത്. ചിലപ്പോൾ ഞാൻ ഡെറ്റോൾ ഇടും, ചിലപ്പോൾ ഞാൻ നമ്മളെ വിമ്മിൻ്റെ ലിക്വിഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. എനിക്ക് ഈ കിച്ചണൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യാന്ന് പറയുന്ന സംഭവമേ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാങ്ങിയ പൊറോട്ട അല്ലേ, ആ പൊറോട്ട ചുട്ടിട്ട് കാസറോൾ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ രാത്രിത്തെ ക്ലാസ് കഴിഞ്ഞ് 8:30 ആവും കേട്ടോ. കഴിയുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഫുഡിനെ പറ്റി ആലോചിക്കണ്ടല്ലോ, പെട്ടെന്ന് എടുത്തങ്ങ് കഴിക്കാമല്ലോ. മീൻകറിയും ചൂടാക്കിയിട്ട് നമ്മൾ പൊറോട്ട എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ പൊറോട്ട ചുട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്കയും ഫിസുമൊക്കെ വരികയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്, കുറച്ച് ഒരു ജഗപൊക ടൈമാണ്. അവർ വരുന്നു, ഫുഡ് കഴിക്കുന്നു, പരിപാടികളൊക്കെയാണ്. പിന്നെ നമ്മളെ പൊറോട്ട ഉണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. എലൈറ്റിൻ്റെ ആണ് മലബാർ പൊറോട്ട എന്ന് പറഞ്ഞിട്ട്. നല്ല നമ്മൾ നാടൻ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ സാധാരണ നമ്മൾ വാങ്ങി കഴിക്കുന്ന പൊറോട്ട അല്ലേ, അത് തന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെന്താണെങ്കിലും കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഞാനിത് നമ്മളെ മടിയൻ മല ചുമക്കുന്നു പറഞ്ഞ പോലെ 2 ഉണ്ടാക്കിയിട്ട് വൈകുമെന്ന് വിചാരിച്ചിട്ട് 3 ആക്കുകയാണ് കേട്ടോ, പെട്ടെന്ന് റെഡി ആവാൻ. പക്ഷേ 3 ആകുമ്പം എല്ലാ ഏരിയയും പാനിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചധികം സമയമിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്തത്. ഇതിപ്പോൾ ഒരു 3 പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ മാത്രം വലിപ്പമുള്ള പാനല്ല, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെന്താ, നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം 4 സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചൊതുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി പൊറോട്ട ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി ഇതുപോലെ ഹാഫ് കുക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയും കൂടി കാണിക്കാം കേട്ടോ. എനിക്കങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, മൈദ മാത്രം ഇടാതെ മൈദയും ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡിന്നറിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ക്ലാസ്സും പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് ഫാമിലി ടൈമാണ്. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡ് കൂടുതലെന്നൊന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.